നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. സോ പോകുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. സോ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഓവറോൾ 5 ടോപ്പിക്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സെഷനിൽ ലാസ്റ്റ് നമ്മളൊരു എംസിക്യൂ പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു എംസിക്യൂ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരിക്കും ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇന്നത്തെ 5 ടോപ്പിക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് നോക്കാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ചൈനാസ് ലൂണാർ മിഷനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 വരുന്നത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 കൃത്യമായിട്ട് പറയുവാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും ആ ഒരു ആർട്ടിക്കിളിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതൊരു പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിട്ട് തന്നെ കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ സെക്കൻഡ് ആർട്ടിക്കിൾ വാർമിംഗ് ഓഫ് ഇന്ത്യൻ ഓഷനെ കുറിച്ചിട്ടാണ്. സോ അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവിലാണ്. അതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ആംഗിളിൽ അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനകത്ത് ഏറെക്കുറയും ഉള്ളത് പ്രിലിംസും അതേപോലെ കുറച്ച് ഈ പറഞ്ഞ പോലെ മെയിൻസ് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. എന്നാലും മെയിൻലി ആ ഒരു ടോപ്പിക്ക് നിൽക്കുന്ന പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ്. ഓക്കെ, സോ ദെൻ തേർഡ് ടോപ്പിക്ക് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ആണ്. നമ്മൾ എക്കണോമിക്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി കൂടിയാണ് ഈ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ. സോ ഇത് എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയതുകൊണ്ട് തന്നെ മെയിൻസിന് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ ഫോർത്ത് ടോപ്പിക്ക് ടാക്സ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള ടാക്സിന്റെ ഈ പറഞ്ഞ കളക്ഷൻസിന്റെ ഡേറ്റ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അതായത് 2023-24 ഫിനാൻഷ്യൽ ഇയറിലെ ടാക്സ് കളക്ഷൻസിന്റെ ഡേറ്റാസ് ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇൻകം ടാക്സ് എസ്പെഷ്യലി പേഴ്സണൽ ഇൻകം ടാക്സിന്റെ ഷെയർ വർദ്ധിച്ചതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ നമുക്ക് ചില ദിവസങ്ങളിൽ എഡിറ്റോറിയൽ റൈറ്റ് പേജിൽ ലോവർ പോർഷൻസിലായിട്ട് ചാർട്ടുകൾ മീൻസ് ഡേറ്റ ചാർട്ടുകൾ വരാറുണ്ട്. അങ്ങനത്തെ ഉള്ള ചാർട്ടുകൾ പ്രിലിംസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറാറുണ്ട്. സോ അങ്ങനെ ഇന്ന് ഒരു ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡേറ്റ ചാർട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ആ ഡേറ്റ ചാർട്ടാണ് നമ്മളിവിടെ ഫോർത്ത് ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്കണോമിക്സിന്റെ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും അതിന്റെ ഡിസ്കഷൻ പോകുന്നത്. ദെൻ ഫിഫ്ത്ത് ടോപ്പിക്ക് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ്. അഫോർഡബിൾ ഹോസ്പിറ്റൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ ഇടയ്ക്ക് സമർപ്പിച്ച ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL ബന്ധപ്പെട്ട ഒരു കേസാണ് ആ ഒരു എഡിറ്റോറിയൽ പേജിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ്ലി നമ്മൾ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കെയർ ആ ഒരു ടോപ്പിക്കൊക്കെ ബേസിക്കലി വരുന്നത് നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ആംഗിളിലാണ്. സോ അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ്ലി ഒരു മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്കിന് ഡിസ്കഷൻ പോകുന്നത്. സോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഒരു MCQ ഉണ്ടാവും. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു 5 ടോപ്പിക്സിൽ നിന്ന് വെച്ചിട്ടുള്ള ഒരു MCQ ആയിരിക്കും. അത് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു MCQ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ചൈന ഓൾ സെറ്റ് ഫോർ ലോഞ്ച് ഓഫ് മിഷൻ ടു ഫാർ സൈഡ് ഓഫ് മൂൺ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. സോ ഫാർ സൈഡ് ഓഫ് മൂൺ എന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുമ്പത്തെയും ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പത്തെ വാർത്തകളൊക്കെ വന്നപ്പോഴേക്കും എസ്പെഷ്യലി ചന്ദ്രയാൻ 3 വാർത്ത നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഫാർ സൈഡ് ഓഫ് ദ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും ആ ഒരു മൂണിന്റെ കാണാൻ സാധിക്കാത്ത സർഫസിനെയാണ് ആ സൈഡിനെയാണ് നമ്മൾ ഫാർ സൈഡ് ഓഫ് ദ മൂൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൗത്ത് പോൾ എന്ന് ബേസിക്കലി ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫാർ സൈഡ് ചിലപ്പോൾ ചോദ്യത്തിനകത്തൊക്കെ തന്നെ സൗത്ത് പോളിന് പകരം ഫാർ സൈഡ് ഓഫ് ദ മൂൺ അല്ലെങ്കിൽ ഫാർ സൈഡ് ഓഫ് ദ മൂണിന് പകരം വേണമെങ്കിൽ സൗത്ത് പോൾ എന്ന് വേണമെങ്കിൽ ചോദ്യത്തിനകത്തൊക്കെ വരാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടും സെയിം തിങ് ആണ്, സെയിം സാധനം തന്നെയാണ്. നമ്മൾ ചന്ദ്രയാൻ 3 അയച്ച അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ഇപ്പോൾ ചൈന അവരുടെ ഒരു പുതിയ ലൂണാർ മിഷൻ ലോഞ്ച് ചെയ്യാൻ പോവാണ്. നോൺ ആസ് ചാങ്കി 6 എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ചൈനയുടെ ലൂണാർ മിഷൻസിനൊക്കെ തന്നെ ഷോർട്ടിൽ അറിയപ്പെടുന്ന പേരാണ് ഈ ചാങ് ഇ എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിപ്പം ചന്ദ്രയാൻ എന്ന് പറയുമല്ലോ, നമ്മുടെ ലൂണാർ മിഷൻസിനെയാണ് മൂണിലേക്കുള്ള നമ്മുടെ മിഷൻസിനെയാണ് ചന്ദ്രയാൻ എന്നറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 1 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു, ഇപ്പോൾ ലേറ്റസ്റ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള ചന്ദ്രയാൻ 3 ആയിരുന്നു. സോ അതേപോലെ തന്നെയാണ് ചൈനയുടെ ലൂണാർ മിഷൻസിനെ അവർ ഷോർട്ടിൽ അറിയപ്പെടുന്നതാണ്, അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് ചാങ്കി എന്നുള്ളത്. അതിന്റെ 6th മിഷനാണ് ബേസിക്കലി ഇപ്പോൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ മിഷന്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ബേസിക്കലി ഇവ ഉദ്ദേശിക്കുന്നത് റീ എൻട്രി എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഈ റീ എൻട്രി എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യമായിട്ടല്ല ചൈന ഈ ഒരു മിഷനകത്ത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പും ചാങ്കി 5 ആ ഒരു കമ്പോണന്റ് സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. റീ എൻട്രി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണുമായിരിക്കും. ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും നമ്മൾ ആ കാര്യങ്ങൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗഗൻയാനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഗഗൻയാൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഹ്യൂമൻസിനെ സ്പേസിലേക്ക് അയക്കുന്ന മിഷൻസ് ആണ്. അവിടുന്ന് പിന്നീട് സ്പേസിൽ നിന്ന് തിരികെ അവരെ ഇങ്ങോട്ടേക്ക് റീ എൻട്രി ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ ആ ഒരു ചാങ്കി എന്നുള്ള മിഷനിലൂടെ ചാങ്കി 5 ഇതിനു മുമ്പത്തെ ചാങ്കി 5നകത്ത് ലൂണാർ സർഫസിലേക്ക് പോയിട്ട് അതേ റോക്കറ്റ് ഈ പറഞ്ഞ പോലെ തിരിച്ച് റീ എൻട്രി ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് റീയൂസബിൾ ഓഫ് റോക്കറ്റ്സ് എന്നുള്ളൊരു സംഭവം അവിടെ നടപ്പാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മിഷൻസ് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം ഈ ഇത്തരത്തിലുള്ള ലൂണാർ മിഷൻസ് ആയിക്കോട്ടെ ഒക്കെ തന്നെ കണ്ടക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഇതിന്റെ ഫണ്ടിങ് ആണ്. കൂടുതൽ പൈസ ആവശ്യമാണ്. എല്ലാ തവണയും ഇങ്ങനെ റോക്കറ്റുകൾ നിർമ്മിക്കാൻ പോകുമ്പോഴേക്കും ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് തന്നെ ചെലവാക്കുന്നു. സോ വൺസ് ഈ റോക്കറ്റുകളെ നമുക്ക് റീയൂസ് ചെയ്യാൻ പാകത്തിൽ റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കോസ്റ്റ് നമുക്ക് അത്രത്തോളം കട്ട് ചെയ്യാനായിട്ട് ലാഭിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇത്തരത്തിൽ റീയൂസബിൾ റോക്കറ്റ് അല്ലെങ്കിൽ റീ എൻട്രി കാറ്റഗറിയിലുള്ള റോക്കറ്റുകളുടെ പ്രത്യേകതയായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ചാങ്കി 6നകത്ത് ഉപയോഗിക്കുന്നത് ഇതിനു മുമ്പ് 2020 ഇവർ
ലോഞ്ച് ചെയ്ത റോക്കറ്റിന്റെ ആ ഒരു റീ എൻട്രി ചെയ്ത് അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബാക്കപ്പ് സ്പേസ് ക്രാഫ്റ്റ് ആയിരിക്കും ചാങ്കി 6 ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ചാങ്കി 6 ബേസിക്കലി എങ്ങോട്ടേക്കാണ് പോകുന്നത്, ലൂണാറിന്റെ അല്ലെങ്കിൽ മൂണിന്റെ ഈ പറഞ്ഞ പോലെ സൗത്ത് പോൾ കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ പഠനങ്ങൾ നടത്തുക, അത് മാത്രമല്ല ലാൻഡ് ചെയ്തിട്ട് സൗത്ത് പോളിൽ ലാൻഡ് ചെയ്ത് അവിടെ നിന്നുള്ള സാമ്പിൾസ് കളക്ട് ചെയ്ത് തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരിക, ഏകദേശം 2 കിലോഗ്രാം ഭാരമുള്ള സാമ്പിൾസ് കളക്ട് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യം കൂടിയാണ് ഈ ചാങ്കി 6 എന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കണം. ദെൻ ഇത്തരത്തിലുള്ള നമ്മളിപ്പം ഇന്ത്യയുടെ GSLV റോക്കറ്റ് എന്നൊക്കെ പറയുമല്ലേ, അതുപോലെ തന്നെ ചൈനയുടെ ഒരു വലിയൊരു എന്താ പറയുക ഭാരം വഹിക്കാൻ സാധിക്കുന്ന തരം റോക്കറ്റാണ് ഈ ലോങ് മാർച്ച് റോക്കറ്റ് സീരീസ് അറിയപ്പെടുന്നത്. സോ ആ ലോങ് മാർച്ച് റോക്കറ്റിന്റെ 5Y8 സീരീസിലാണ് ഈ ചാങ്കി 6 ലൂണാർ പ്രോബ് കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എന്നുള്ളൊരു പോയിന്റ് കൂടെ കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കാം. അപ്പൊ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് നോക്കാൻ സാധിക്കും. ചാങ്കി 6 മിഷൻ ബേസിക്കലി പ്ലാൻഡ് ലൂണാർ മിഷൻ ആണ്. ലൂണാർ മിഷൻ എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ ഇത് നമ്മുടെ ചന്ദ്രയാൻ 3 പോലെ തന്നെ ലൂണാർ സർഫസിൽ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളൊരു കമ്പോണന്റ് കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പ്ലാൻഡ് ലാൻഡർ മിഷൻ ഡിസൈൻ ടു റിട്ടേൺ സാമ്പിൾസ് ഫ്രം ദ ലൂണാർ സൗത്ത് പോൾ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഏകദേശം 2 കിലോഗ്രാം ഭാരമുള്ള സാമ്പിൾസ് ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരാനായിട്ടാണ് ചൈന ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ മിഷൻ എയിംസ് ടു ലാൻഡ് ഓൺ ദ മൂൺ, ദെൻ കളക്ട് സാമ്പിൾസ് ഫ്രം ദ ലൂണാർ സർഫസ് ആൻഡ് റിട്ടേൺ ദം ടു ദർ. ഓൾറെഡി ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഈ പറഞ്ഞ പോലെ ഇറ്റ് റെപ്രസെന്റ്സ് എ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു റിട്രീവ് സാമ്പിൾസ് ഫ്രം ദ ഫാർ സൈഡ് ഓഫ് ദ മൂൺ. മൂണിന്റെ ഫാർ സൈഡ്, അതായത് സൗത്ത് പോളിൽ നിന്നും സാമ്പിൾസ് കളക്ട് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് കൂടിയാണ് ഈ ചാങ്കി 6 നടപ്പാക്കുന്ന ഒരു കാര്യം ഓർത്തിരിക്കാം. ആൻഡ് ചാങ്കി 6 is set to bring back up to 2 kilograms of lunar samples. And the mission involves international collaboration. ഈ ഒരു മിഷൻ അത് ചൈന മാത്രമല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഒരു ഇന്റർനാഷണൽ കൊളാബറേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫ്രം ദ സൈഡ് ഓഫ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ആൻഡ് ദ ഫ്രഞ്ച് സ്പേസ് ഏജൻസി. അപ്പോൾ ഇതൊരു ഇന്റർനാഷണൽ കൊളാബറേഷനോടുകൂടി ചൈന കണ്ടക്ട് ചെയ്യുന്ന ഒരു മിഷൻ കൂടിയാണെന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഈ ഒരു ചൈനയുടെ ഈ മിഷൻ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 കുറിച്ചിട്ട് നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു പെർസ്പെക്റ്റീവിലും വേണമെങ്കിൽ ചോദ്യം ചോദിച്ചേക്കാം. ഇവിടെ കാണുന്ന ഈ ഒരു ടോപ്പിക്, ഈ പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ചാങ്കി 6 ഈവൻ ഈ പറഞ്ഞ പോലെ അവിടെ ലാൻഡ് ചെയ്യുന്ന കാരണം ഈ പോയിന്റ് നോക്കി ചന്ദ്രയാൻ 3 നമുക്ക് കോമൺ ആയിട്ട് പറയാൻ സാധിക്കുന്നതല്ലേ. ചന്ദ്രയാൻ 3 ഇതേപോലെ ലാൻഡറും റോവറും കൃത്യമായിട്ടുണ്ടായിരുന്നു. അതേ കമ്പോണന്റ് ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ചാങ്കി 6 ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ദെൻ ഇവിടെയാണ് നമ്മൾ ചന്ദ്രയാൻ 3 കുറിച്ചിട്ട് പഠിക്കാൻ പോകുന്നത്. ചന്ദ്രയാൻ 3 കുറിച്ച് പഠിക്കുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി അറിയാം ഈ പറഞ്ഞ പോലെ ലൂണാർ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തൊരു മിഷൻ ആണെന്നുള്ള കാര്യം, സക്സസ്ഫുൾ ആയിട്ട് ലാൻഡ് ചെയ്തതെന്നുള്ളൊരു പോയിന്റ് അറിയാം. കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ്സ് ഒന്ന് പഠിച്ചിരിക്കുക. കാരണം ആ ഒരു പോയിന്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും പലപ്പോഴും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നെ UPSC രൂപീകരിക്കാൻ സാധ്യതയുള്ളത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ് ആൻഡ് സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ ദ ലൂണാർ സർഫസ് ബൈ ദ ലാൻഡർ. അപ്പോൾ സേഫ് ആൻഡ് സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കണം. നമ്മുടെ ചന്ദ്രയാൻ 2 ഫെയിൽ ആകാനുള്ള കാരണം ഇതായിരുന്നു. സോഫ്റ്റ് ലാൻഡിംഗ് അല്ല അവിടെ നടന്ന ഒരു ക്രാഷ് ലാൻഡിംഗ് പോലെ സംഭവം നടന്നു പോയത്. അതുകൊണ്ടാണ് ചന്ദ്രയാൻ 2 ഫെയിൽ ആയി പോയത്. ബട്ട് ചന്ദ്രയാൻ 3 വളരെ പ്രിസൈസ് ആയിട്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം റോവിംഗ് ഓൺ ദ മൂൺ ബൈ ദ റോവർ, ആ ഒരു റോവർ ഉപയോഗിച്ചിട്ട് മൂണിന്റെ സർഫസിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതും ആ ഒരു ചന്ദ്രയാൻ 3 ദൗത്യമായിരുന്നു. ദെൻ ഇൻ സിറ്റു സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് ബൈ ദ റോവർ, അതായത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആ ഒരു എക്സ്പെരിമെന്റുകൾ നടത്തുക, അതാണ് ഇൻ സിറ്റു ആയിട്ടുള്ള ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതും ചന്ദ്രയാൻ 3 ഒബ്ജക്റ്റീവ് തന്നെയായിരുന്നു. അപ്പോൾ ആ പോയിന്റുകൾ കൃത്യമായിട്ട് എക്സാമിന് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമ്മൾ ഇപ്പോൾ ഈ സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്ത ആ ഒരു GSLV റോക്കറ്റ് ആണ്. ഈ GSLV റോക്കറ്റിനെ ഇപ്പോൾ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് ലോഞ്ച് മൊഡ്യൂൾ വർക്ക്, LMV മാർക്ക് 3 എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബേസിക്കലി നമ്മൾ അറിയപ്പെടുന്ന GSLV മാർക്ക് 3 റോക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിന്റെ പേര് പൊതുവിൽ കാണാൻ സാധിക്കുന്നത് ലോഞ്ച് മൊഡ്യൂൾ വെഹിക്കിൾ അഥവാ LMV3 എന്നുള്ള പേരിലേക്കാണ്. അപ്പോൾ രണ്ടും ബേസിക്കലി ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാമിന്റെ പോയിന്റിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. സോ ഒരു കാര്യം കൂടെ, ഈ ഒരു റോക്കറ്റിന്റെ സ്റ്റേജസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം ഈ ഒരു GSLV മാർക്ക് 3 റോക്കറ്റ് ക്രയോജനിക് എഞ്ചിൻ വെച്ച് വർക്ക് ചെയ്യുന്നതാണ്. അത് 3rd സ്റ്റേജ് ആണ്. റോക്കറ്റിന് ഓരോരോ സ്റ്റേജസ് ഉണ്ട്. നമ്മൾ റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഓരോരോ സ്റ്റേജ് മാറിപ്പോകുന്നത് ഇങ്ങനെ കാണാനായിട്ട് സാധ്യതയുണ്ടാവും. നിങ്ങൾ ഒരു പക്ഷേ TVയിലൊക്കെ ഈ ലോഞ്ച് കണ്ടിട്ടുണ്ടെങ്കിൽ. സോ അതിനകത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ ആണ് ഈ ഒരു 3rd ഫേസ്, അതാണ് ക്രയോജനിക് എഞ്ചിൻ വെച്ച് വർക്ക് ചെയ്യുന്നത്. 2nd സ്റ്റേജ് വർക്ക് ചെയ്യുന്നത് 2 വികാസ് എഞ്ചിൻ ആണെന്നുള്ളൊരു കാര്യം ഓർക്കണം. ഫസ്റ്റ് സ്റ്റേജ് സ്ട്രാപ്പ് ഓൺ ബൂസ്റ്റേഴ്സ് ആണ്. ഇതാണ് സ്ട്രാപ്പ് ഓൺ ബൂസ്റ്റേഴ്സ്, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ പോയിന്റ് 2nd സ്റ്റേജ് വികാസ് എഞ്ചിൻസ് വെച്ച് വർക്ക് ചെയ്യുന്നു. 3rd സ്റ്റേജ് ആണ് ക്രയോജനിക് എഞ്ചിൻ വെച്ച് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇത് ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവ് ആർട്ടിക്കിൾ ആണ് നമ്മൾ പറഞ്ഞു. ജോഗ്രഫി എന്ന് പറയുമ്പോഴേക്കും ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഡിസ്കഷൻ പോകുന്നത്. സോ വാർമിംഗ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ സെറ്റ് ടു ആക്സിലറേറ്റ് സേസ് സ്റ്റഡി എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. പഠനം നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി IITM ആണ് ഈ ഒരു പഠനം സ്റ്റഡി ബേസിക്കലി കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അവർ നടത്തിയ പഠനത്തിനകത്ത് ഓൾമോസ്റ്റ് 1950 തൊട്ട് 2020 വരെ നടത്തിയ പഠനത്തിനകത്ത് ഇന്ത്യൻ ഓഷ്യനിലെ ടെമ്പറേച്ചർ അപ് ടു 1.2 ഡിഗ്രി സെൽഷ്യസ് മുതൽ
സോറി, ഓക്കെ, 1.2 ഡിഗ്രി സെൽഷ്യസോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പഠനത്തിനകത്ത് തെളിഞ്ഞിരിക്കുന്നത്. 1950 തൊട്ട് 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ ഓഷ്യനിലെ ടെമ്പറേച്ചർ 1.2 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജിയുടെ സ്റ്റഡിക്കകത്ത് പറയുന്നത്. ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഫ്രം 2020 തൊട്ട് 2100 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ ഓഷ്യനിലെ ടെമ്പറേച്ചർ 1.7 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 3.8 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ പഠനത്തിനകത്ത് ഏറ്റവും അലാർമിംഗ് ആയിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു വാർത്ത എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഡെയിലി പത്രം വായിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ് ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കുറെ ആഫ്റ്റർ എഫക്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നോക്കുമ്പോഴേക്കും ഈ പഠനങ്ങളെല്ലാം ചെന്ന് എത്തി നിൽക്കുന്ന ഒരേ പോയിന്റിലേക്കാണ്, മീൻസ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളൊരു പോയിന്റിലേക്കാണ് ഇതെല്ലാം എത്തി നിൽക്കുന്നത്. ഇനി ഇത്തരത്തിൽ ഈ ഒരു വാർത്തയിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ ഓഷനിലെ ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ എന്ത് എഫക്റ്റ് ആണ് അല്ലെങ്കിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോഴേക്കും സൈക്ലോൺസ്, എസ്പെഷ്യലി ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ വർധനവ് നമുക്ക് കാണേണ്ടതായിട്ട് വരും. കാരണം ട്രോപ്പിക്കൽ സൈക്ലോൺസ് കൂടുതൽ ഉണ്ടാകുന്ന എപ്പോഴായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഫാക്ടർ ഈ സീ സർഫസ് ടെമ്പറേച്ചർ ഗ്രേറ്റർ ആകുമ്പോഴാണ്. മിനിമം സീ സർഫസ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് വേണമെന്നുള്ള കാര്യം നമ്മൾ തിയറിക്കകത്ത് പഠിക്കുന്നുണ്ട്. ആ സീ സർഫസ് ടെമ്പറേച്ചർ കൂടുന്തോറും ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പണ്ട് നമ്മൾ കേൾക്കുന്ന പോയിന്റ് ആണ്, പണ്ടൊക്കെ ആണെങ്കിലും ഇന്ത്യയിൽ ബേ ഓഫ് ബംഗാളിലായിരുന്നു കൂടുതൽ സൈക്ലോൺസ് രൂപപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ എങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു? അറേബ്യൻ സീയിലേക്ക് മാറിയതിന്റെ കാരണവും ഇത് തന്നെയാണ്, ആ ടെമ്പറേച്ചറിന്റെ പോയിന്റ് ആണ്. ബേ ഓഫ് ബംഗാളിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ റൈസ് ഇപ്പോൾ എവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു? അറേബ്യൻ സീയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. സോ എനിവേ ടെമ്പറേച്ചർ റൈസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺസ് വിറ്റ്നസ് നമുക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള പോയിന്റ് മനസ്സിലേക്ക് വെച്ചേക്കാം. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും, ഇപ്പം ഹീറ്റ് വേവ് കണ്ടീഷൻസ്, ഇപ്പം നമ്മൾ ഡെയിലി പത്രത്തിനകത്ത് കാണുന്നതാണ്. കേരളത്തിന്റെ ആണെങ്കിലും പല പല ജില്ലകളിൽ ഹീറ്റ് വേവ് കണ്ടീഷൻസ് പുറപ്പെടുവിച്ചിരിക്കുന്നു പറഞ്ഞ് കാണുന്നുണ്ട്. അതെല്ലാം ഈ ടെമ്പറേച്ചർ റൈസിന്റെ പ്രശ്നങ്ങളാണ്. ദെൻ ഈ പറഞ്ഞ പോലെ കോറൽ ബ്ലീച്ചിങ്, അതായത് കോറൽസിന്റെ ഈ പറഞ്ഞ പോലെ കോറൽസ്, ഞാൻ അടുത്ത സ്ലൈഡിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്താണ് കോറൽ ബ്ലീച്ചിങ് ഉള്ളത്, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. സോ കോറൽ ബ്ലീച്ചിങ്, അതേപോലെ സീ ഗ്രാസ് ഡിസ്ട്രക്ഷൻ, ലോസ് ഓഫ് കെൽപ്പ് ഫോറസ്റ്റ്, ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ഫിഷറി സെക്ടർ, ഈ പറഞ്ഞ മത്സ്യങ്ങളുടെ അവൈലബിലിറ്റി കുറയുന്നു. ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ ഇൻക്രീസിങ് ടെമ്പറേച്ചർ മൂലം നമുക്ക് വിറ്റ്നസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇനി നമ്മൾ ആ ഒരു ഇതിനകത്ത് രണ്ട് ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, കോറൽ ബ്ലീച്ചിങ്ങും അതേപോലെ തന്നെ കെൽപ്പ് ഫോറസ്റ്റും. PYQs നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ടോപ്പിക്സിന്റെ ചോദ്യങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. സോ എന്തായാലും കോറൽ ബ്ലീച്ചിങ്ങിന്റെ ഒരു ഡയഗ്രാം ആണ്, ഒരു പിക്ചറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കോറൽസ്, പവിഴപ്പുറ്റുകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. വളരെ ഭംഗിയുള്ളതാണ് ഇവയെ കാണാനായിട്ട്. പക്ഷേ ആ പവിഴപ്പുറ്റുകൾക്ക് അഥവാ കോറൽസിന് ബേസിക്കലി ആ ഒരു ഭംഗി കൊടുക്കുന്നത് ഒരു ആൽഗയാണ്, മൈക്രോസ്കോപ്പിക് ഒരു ആൽഗയാണ്, നോൺ ആസ് സൂസാന്തലൈസ്. ആ സൂസാന്തലൈസിന്റെ പ്രസൻസ് ആണ് ബേസിക്കലി ആ കോറൽസിന് ആ ഒരു ഭംഗി ബേസിക്കലി കൊടുക്കുന്നത്. ആക്ച്വലി പറയുവാണെങ്കിൽ കോറൽസ് വൈറ്റ് കളേർഡ് ആണ്. അതിന് പല രീതിയിലുള്ള വർണ്ണങ്ങൾ, ആ ഒരു കളർ കൊടുക്കുന്നത് ഈ മൈക്രോസ്കോപ്പിക് ആൽഗ ആയുള്ള സൂസാന്തലൈസ് ആണ്. ഈ സൂസാന്തലൈസ് വളരെ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ചെറിയ രീതിയിലെങ്കിലും ആ വെള്ളത്തിന്റെ, ആ വാട്ടറിന്റെ, സീ വാട്ടറിന്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇവ അവിടെ വിട്ട് വേറെ സ്ഥലത്തേക്ക്, ഇത്തിരി കൂടെ തണുപ്പുള്ള സ്ഥലത്തേക്ക് അവ മാറും. സോ ഇങ്ങനെ ടെമ്പറേച്ചർ റൈസ് വന്നു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ സൂസാന്തലൈസ് ഇവ ലീവ് ചെയ്യും. ഈ ലീവ് ചെയ്യുന്നതാണ് ഈ സെക്കൻഡ് പിക്ചറിൽ നിങ്ങൾക്ക് ആ ഒരു കമ്പയർഡ് ടു ഫസ്റ്റ് പിക്ചറിനേക്കാളും അതിന്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞായിട്ട് കാണാൻ സാധിക്കും. വൺസ് അവിടുന്ന് ഫുൾ സൂസാന്തലൈസ് ലീവ് ചെയ്ത് കഴിയുമ്പോഴേക്കും കോറൽസ് അതിന്റെ ഒറിജിനൽ കളർ ആയിട്ടുള്ള വൈറ്റ് കളറിലേക്ക് പോകും. പിന്നെ അതിനെ കാണാനുള്ള വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെയൊക്കെയാണ് നോക്കി കഴിഞ്ഞാൽ ഐലൻഡ് നേഷനായ നമ്മുടെ ലക്ഷദ്വീപിലൊക്കെയാണെങ്കിലും ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോറൽസ് ആണ്. സോ ആ കോറൽസിന് ആ ഭംഗി കൊടുക്കുന്ന സൂസാന്തലൈസ് ആണ്. വൺസ് സീ സർഫസ് ടെമ്പറേച്ചർ ഒക്കെ തന്നെ ഉയർന്നു കഴിഞ്ഞാൽ ആ കോറൽസ് നഷ്ടപ്പെട്ട് കോറൽ ബ്ലീച്ചിങ് പോവുകയും അത് നമ്മുടെ റവന്യൂവിനെയൊക്കെ തന്നെ, ടൂറിസം റവന്യൂവിനെയൊക്കെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ എനിവേ ഇതാണ് കോറൽ ബ്ലീച്ചിങ് എന്നറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തത് കെൽപ്പ് ഫോറസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതൊരു സീ സർഫസ് അണ്ടർ വാട്ടർ സീ എക്കോസിസ്റ്റം ആണ്. അതായത് കടലിന്റെ കടിയിലുള്ള ഒരു എക്കോസിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയുള്ള എക്കോസിസ്റ്റം വിളിക്കുന്ന പേരാണ് കെൽപ്പ് ഫോറസ്റ്റ് എന്നുള്ള കാര്യം ഓർക്കുക. ദേ ആർ അണ്ടർ വാട്ടർ എക്കോസിസ്റ്റംസ് ഫൗണ്ട് ഇൻ കൂൾ, ന്യൂട്രിയൻ റിച്ച് ഷാലോ വാട്ടേഴ്സ് ദാറ്റ് ആർ ക്ലോസ് ടു ദ ഷോർ. ഓക്കെ, ഈ പോയിന്റുകളൊക്കെ തന്നെ പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അണ്ടർ വാട്ടർ എക്കോസിസ്റ്റം ആണ്, കൂൾ ആയിട്ടുള്ള സർഫസിൽ ഉണ്ടാകത്തുള്ളൂ, ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, ഷാലോ വാട്ടേഴ്സിലും അതേപോലെ ക്ലോസ് ടു ഷോറിലും ആയിരിക്കും നമുക്ക് ഈ കെൽപ്പ് ഫോറസ്റ്റ് കൂടുതലും കാണാനായിട്ട് സാധിക്കും. ദേ ആർ ആക്ച്വലി ലാർജ് ബ്രൗൺ ആൽഗേസ് ആണെന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. സോ ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ എന്തുമൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്? സീ സർഫസ് ടെമ്പറേച്ചർ ഉയരുന്ന മൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇതാണ് എഡിറ്റോറിയൽ പേജിൽ ആ ചാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടോപ്പിക്ക്, ടാക്സ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് റൈസിംഗ് ഷെയർ ഓഫ് പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് ഈസ് എ കൺസേൺ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കലി 4 ചാർട്ടുകളാണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ഈ 4 ചാർട്ടുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. സോ ഫസ്റ്റ് ചാർട്ട്, ഇതിനകത്ത് ഇതാണ് ഒന്നാമത്തെ ചാർട്ട് കാണാം. ആ ഒരു ടാക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാർട്ട് 1 ഇവിടെ ടോപ്പിക് ഹെഡ്ലൈൻ എഴുതിയിട്ടുണ്ട്. ചാർട്ട് 1നകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്ന ഡയറക്ട് ടാക്സിന്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രോഗ്രസീവ് ടാക്സ്. എന്തുകൊണ്ടാണ് ഡയറക്ട് ടാക്സിനെ പ്രോഗ്രസീവ് എന്ന് വിളിക്കാൻ
കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും വരുമാനത്തിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടാണ് ടാക്സ് പേ ചെയ്യുന്നത്. അതിപ്പം നിലവിൽ പറയുവാണെങ്കിൽ 7 lakhs ആൻഡ് എബവ് ഉള്ള ആൾക്കാരാണ് ഇൻകം ടാക്സ് കൃത്യമായിട്ട് സർക്കാരിലേക്ക് കൊടുക്കേണ്ട ആൾക്കാർ. സോ 7 lakhs മുകളിൽ ഈ പറഞ്ഞ പോലെ ഓരോരോ സ്ലാബുകൾ അനുസരിച്ച് ടാക്സിന്റെ റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. സോ നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് ഇൻകം ടാക്സും കൂടുതൽ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഡയറക്ട് ടാക്സിന്റെ കീഴിലേക്ക് ഇൻകം ടാക്സ് വരുന്നത്. ഇനി ഈ ഇൻകം ടാക്സിന് രണ്ട് രീതിയിലുണ്ട്. വ്യക്തികൾ അടയ്ക്കുന്ന ടാക്സിനെയാണ് പേഴ്സണൽ ഇൻകം ടാക്സ് എന്നും കമ്പനികളൊക്കെ പേ ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇപ്പം വാർത്തയായിട്ട് ബേസിക്കലി വന്നിട്ടുണ്ടായിരുന്നു റീസെന്റ് പേഴ്സണൽ ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ഇൻകം ടാക്സിനേക്കാൾ കൂടുതൽ വരുമാനം സർക്കാരിലേക്ക് കൊടുക്കുന്നു. ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം 28% വരുമാനം എവിടെ നിന്നാണ് കൊടുക്കുന്നത്, ആ ഒരു പേഴ്സണൽ ഇൻകം ടാക്സ് ആണ് കൊടുക്കുന്നത്. കമ്പയർഡ് ടു 26% ഉള്ളൂ കോർപ്പറേറ്റ് ഇൻകം ടാക്സ്. പക്ഷേ ഇത് ആക്ച്വലി നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇച്ചിരി പ്രശ്നമുണ്ട്. കാരണം കോർപ്പറേറ്റ് ഇൻകം ടാക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഏറ്റവും ഹയസ്റ്റ് ആയിരുന്നു. ഇവിടുന്ന് കുറയാനുള്ള കാരണം റേറ്റ് കട്ടുകളാണ്. കോർപ്പറേറ്റ് ഇൻകം ടാക്സിന്റെ റേറ്റുകൾ കുറച്ചതിന്റെ ഒരു പ്രശ്നമാണ് ഇത്ര ലെവലിലേക്ക് കുറയാൻ കാരണം. അതൊരു മീഡിയം ലെവലിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. കാരണം ടാക്സുകൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും പേ ചെയ്തോളും. ഒരു മീഡിയം എമൗണ്ട് ഓഫ് ടാക്സ് വെക്കുവാണെങ്കിൽ എല്ലാവരും അത് പേ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എക്സോർബിറ്റന്റ് ആയ ടാക്സസ് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അത് വെട്ടിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ബട്ട് കമ്പാരിറ്റീവ്ലി സ്വല്പം കൂടി ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ടാക്സുകൾ ഉയർത്തുവാണെങ്കിൽ സർക്കാരിന് എന്ത് കണ്ടെത്താൻ സാധിക്കും? കൂടുതൽ വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി. എനിവേ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ കൂടുതൽ ടാക്സുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് കുറച്ചുകൂടെ ഒന്ന് ഇവാലുവേഷൻ ചെയ്യുകയാണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സുകൾ വർദ്ധിപ്പിക്കാനായിട്ട് ഗവൺമെന്റിന് സാധിക്കും. ഇനി രണ്ടാമത്തെ ചാർട്ടിൽ നിന്നും ടോട്ടൽ ടാക്സ് കളക്ഷന്റെ ഡിവിഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ടോട്ടൽ ടാക്സ് കളക്ഷന്റെ നല്ലൊരു ശതമാനം, അതായത് 65.8% വരുന്നത് എവിടുന്നാണ്? ഇൻഡയറക്ട് ടാക്സ് ആണ്. അതേസമയം 34% ഇവിടുന്ന് വരുന്നത് ഡയറക്ട് ടാക്സ്. ഇത് 2021-22 കാലയളവിലെ അടിസ്ഥാനമാണ്. ഇപ്പം പറയുവാണെങ്കിൽ ചെറിയൊരു വേരിയേഷൻസ് വന്നിട്ടുണ്ട് ഇതിനകത്ത്. എന്നാലും ഓവറോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറയുകയാണ്, ഇൻഡയറക്ട് ടാക്സ് ടോട്ടൽ ടാക്സ് കളക്ഷനകത്ത് ഇൻഡയറക്ട് ടാക്സ് വളർന്നിരിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ഇൻഡയറക്ട് ടാക്സ് റിഗ്രസീവ് ആയിട്ടുള്ള ടാക്സ്, മീൻസ് എല്ലാ ആളുകളും ഒരുപോലെ അടയ്ക്കേണ്ട ടാക്സുകളാണ് ഇൻഡയറക്ട് ടാക്സ്. ഇപ്പൊ GST എന്ന് പറയുന്ന ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്. റിച്ച് ആയിട്ടുള്ള ആളും പൂർ ആയിട്ടുള്ള ആളും ഒരേപോലെ അടയ്ക്കുന്ന ടാക്സ് ആണ് ഇത്തരത്തിൽ GST പോലുള്ള ഇൻഡയറക്ട് ടാക്സ്. സോ ഇത് കൂടുതൽ ബർഡൻ ഉണ്ടാക്കുന്ന ആരിലായിരിക്കും? പൂർ ആയിട്ടുള്ള ആൾക്കാരിലായിരിക്കും കൂടുതലായിട്ട് ഇത് ബർഡൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ടാക്സുകൾ റിഗ്രസീവ് ടാക്സ് എന്ന് അറിയപ്പെടുന്നത്. സോ കമ്പാരിറ്റീവ്ലി ഒരു നല്ലൊരു രാജ്യം എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുമ്പോഴേക്കും ഏതായിരിക്കണം കയറി വരേണ്ടത്? ഡയറക്ട് ടാക്സ് ആയിരിക്കണം മുകളിൽ നിൽക്കേണ്ടത്. കാരണം ഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോഴേക്കും പൈസ ഉള്ള ആൾക്കാരിൽ നിന്നുമാണ് ആ സാധനം കൂടുതൽ പിരിക്കുന്നത്. സോ അതായിരിക്കണം കമ്പാരിറ്റീവ്ലി ടാക്സ് കളക്ഷൻ അത് മുൻപന്തിയിൽ നിൽക്കേണ്ടെന്നുള്ളൊരു പോയിന്റും കൂടി മനസ്സിലേക്ക് വെച്ചേക്കാം. ഇനി തേർഡ്, ഈ ഒരു മൂന്നാമത്തെ ചാർട്ടിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഡയറക്ട് ടാക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണാൻ സാധിക്കുക. ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ആ ഒരു ഇൻകം ലെവലാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നോക്കിയേ, ഡയറക്ട് ടാക്സ് ഏറ്റവും കൂടുതൽ പേ ചെയ്യുന്നത് ഏത് ഇൻകം ലെവലിലുള്ള ആൾക്കാരാണ്? 1 മുതൽ 5 ലക്ഷം രൂപയുടെ വരുമാനമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഡയറക്ട് ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നുള്ളൊരു കാര്യം ഈ ചാർട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു പോയിന്റും പ്രിലിംസിന് വ്യക്തമായിട്ട് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഒരു ഡയറക്ട് ടാക്സിനകത്ത് ഏറ്റവും കൂടുതൽ പേയ്മെന്റ്, മീൻസ് ടാക്സ് അടയ്ക്കുന്ന ഏത് സ്ലാബിലുള്ള ആൾക്കാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 lakh to 5 lakh ആ ഒരു റേഞ്ചിലാണ് 53% ആൾക്കാരും പേ ചെയ്യുന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ ചാർട്ട് 4-നകത്ത് ആ ഒരു കമ്പാരിസൺ ആണ് ബ്രിക്സ് രാജ്യങ്ങളിലെ ഇൻകം ടാക്സ് റേറ്റുകളുടെ അടിസ്ഥാനമാക്കിയുള്ള ദ ചാർട്ട് കമ്പയർസ് എഫക്റ്റീവ് പേഴ്സണൽ ഇൻകം ടാക്സ് റേറ്റ്സ് ഇൻ ഇന്ത്യ വിത്ത് അതർ ബ്രിക്സ് കൺട്രീസ് ആണ് പറയുന്നത്. സോ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഇൻകം ടാക്സിന്റെ എഫക്റ്റീവ് റേറ്റ് നോക്കുവാണെങ്കിൽ 42.7% ആണ്. അത് കമ്പാരിറ്റീവ്ലി ചൈനയും സൗത്ത് ആഫ്രിക്കയിലും കുറവാണെന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഇൻ കേസ് എ കൺട്രി ഹാഡ് 2 tax regime, the highest effective tax rate was considered for comparison. ആ ഒരു പോയിന്റ് ആണ്, കമ്പാരിസൺ ആണ് ആ ഫോർത്ത് ചാർട്ടിനകത്ത് കാണാൻ സാധിക്കുന്നത്. എനിവേ ആ ഫസ്റ്റ് 2 ചാർട്ടുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഡേറ്റാസ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന സ്ലാബും കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ച് എക്സാമിന്റെ വ്യൂ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സോ അടുത്ത ആർട്ടിക്കിളും എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിൾ തന്നെയാണ്. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഡസ് എ റൈസ് ഇൻ സേവിങ്സ് കോസ് എ ഫോൾ ഇൻ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്ന ആ ഒരു എന്താണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത് ബേസിക് എക്കണോമിക്സിന്റെ ഒരു തിയറിയാണ്. പുട്ട് ഫോർവേഡ് ബൈ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും രാജ്യത്ത് ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ സേവിങ്സ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഓവറോൾ എക്കണോമിക് സേവിങ്സ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് ഈ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് പറഞ്ഞപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ്, എങ്ങനെയാണ് എല്ലാ ജനങ്ങളും ഈ പറഞ്ഞാൽ അവരുടെ സേവിങ്സ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ മൊത്തം സേവിങ്സ് കുറയാൻ പോകുന്നത്? അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അവരുടെ സേവിങ്സ് റേറ്റ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ സ്പെൻഡ് ചെയ്യുന്ന പൈസയുടെ അളവ് കുറയും, അല്ലെ? അവർ നമുക്ക് പൈസ സൂക്ഷിച്ചു വെക്കും, ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്ന വളരെയധികം കുറയ്ക്കും. സ്പെൻഡ് ചെയ്തത് കുറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഡിമാൻഡ് കുറയും. മാർക്കറ്റിൽ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ പതുക്കെ കുറയ്ക്കും. അങ്ങനെ
കമ്പനികൾ ഉൽപ്പാദനം കുറച്ച് കഴിഞ്ഞാൽ അവർ എംപ്ലോയ്മെന്റ് എന്ത് സംഭവിക്കും? എംപ്ലോയ്മെന്റ് കുറയും. കാരണം ഉള്ള ആൾക്കാരെ തന്നെ ആ കമ്പനി പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കാനായിട്ട് ഉള്ള ആൾക്കാരെ ചിലപ്പം പിരിച്ചുവിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴേക്കുമാണ് ആ ഒരു കമ്പനികളൊക്കെ പിരിച്ചുവിട്ട് കഴിയുമ്പോഴേക്കും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടും. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടി കഴിയുമ്പോഴേക്കും വീണ്ടും ഇൻകം ഈ പറഞ്ഞ പോലെ എക്കണോമിയിലെ കുറയാനായിട്ട് തുടങ്ങും. സോ ആ ഇൻകം കുറവാണ് ബേസിക്കലി ഈ പറഞ്ഞ പോലെ ആ ഇൻകം ബേസിക്കലി കുറഞ്ഞു കഴിയുമ്പോഴേക്കും ആൾക്കാരുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, വീണ്ടും ഈ പറഞ്ഞ പോലെ സേവിങ്സ് താഴേക്ക് വരും, നാഷണൽ GDP ഒക്കെ ആണെങ്കിലും താഴോട്ട് വരും. ഇതാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജനങ്ങളെ സേവ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും അവർ സ്പെൻഡ് ചെയ്യുന്ന കുറയ്ക്കും. ആ സ്പെൻഡ് ചെയ്യുന്ന കുറയുന്ന എക്കണോമിയിൽ ഡിമാൻഡ് കുറയ്ക്കും. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അതിന്റെ ഭാഗമായിട്ട് അൺഎംപ്ലോയ്മെന്റ് കൂടും. അൺഎംപ്ലോയ്മെന്റ് കൂടി കഴിഞ്ഞാൽ ഇൻകം ബേസിക്കലി ജനങ്ങൾക്ക് കിട്ടുന്ന കുറയും. ആ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ GDP-യിലും കുറവ് സംഭവിക്കും. ഇതാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പീപ്പിൾ സേവ് മോർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഡിമാൻഡ് കുറയുന്നു. ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റിലേക്ക് പോകും. ഈ അൺഎംപ്ലോയ്മെന്റ് എന്തിലേക്ക് പോകുന്നു? റിസഷൻ അല്ലെങ്കിൽ ലോവറിംഗ് ഓഫ് GDP-യിലേക്ക് പോകും. ഇതാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പാരഡോക്സ് ഓഫ് സേവിങ്സ് എന്നുള്ള രീതിയിലും ഇതിനെ അറിയപ്പെടാറുണ്ട്. PYQ ആയിട്ട് UPSC നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഈ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. അതുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ വന്നപ്പോൾ ബേസിക്കലി മനസ്സിലാക്കാനായിട്ട് എടുത്തത്. ആ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, എന്താണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്നുള്ളത്. സോ അടുത്ത ആർട്ടിക്കിൾ ആണ്, എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ്, ദ കോഡ്സ് നഡ്ജ് ഓൺ ഹോസ്പിറ്റൽ ചാർജസ് എ റിഫോം ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞു, ഇതൊരു സുപ്രീം കോടതിയിൽ നടന്ന ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. അതായത് ഹോസ്പിറ്റൽസിലെ ചാർജസിനെ കുറിച്ചിട്ട് ഒരു ഏകീകരണം കൊണ്ടുവരണം. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും 80% ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസും ഇപ്പം അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ സെക്ടറും കൈയടക്കി വെച്ചിരിക്കുന്ന പ്രൈവറ്റ് സെക്ടറാണ്. സോ ഈ പ്രൈവറ്റ് സെക്ടറിൽ ഹോസ്പിറ്റൽ ഫീസിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോഴേക്കും അതൊരു എന്താ പറയുക, ഒരു ഒരു യൂണിഫോമിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. പല ഹോസ്പിറ്റൽസിലും പല റേറ്റുകളായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഒരു യൂണിഫോമിറ്റി ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ ചാർജസിന്റെ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നോക്കുമ്പോഴേക്കും ഇറ്റ് സ്റ്റാൻഡ്സ് അറൌണ്ട് 56% ആണ്. അതായത് ഇന്ത്യയിലെ ജനങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിന്റെ 56% ഈ പറഞ്ഞ പോലെ ഏത് മേഖലയിലേക്കാണ് സ്പെൻഡ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ ബിൽസിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ പേ ചെയ്യുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇൻഷുറൻസിന്റെ പെനിട്രേഷൻ ഇല്ലായ്മയും അതിന്റെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ എനിവേ ഈ ഒരു പോയിന്റ് പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ മേഖലയിൽ എൻ്റെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു PIL സമർപ്പിച്ചിരിക്കുകയാണ്. സോ ഇതിന്റെ കോർ ഇഷ്യൂ ആയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത റേറ്റ് ഡിസ്ക്രിപ്പൻസി ആണ്. അതായത് യൂണിഫോമിറ്റി ഇല്ലാത്ത, റേറ്റിന്റെ കാര്യത്തിൽ യൂണിഫോമിറ്റി ഇല്ലാത്തതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ്, ഇപ്പം ഓരോ ഹോസ്പിറ്റൽസിലാണെങ്കിലും സർജറിയുടെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പല റേറ്റുകളാണ് പലപ്പോഴും ഹോസ്പിറ്റൽസ് ചാർജ് ചെയ്യുന്നത്. ഇതിനൊക്കെ കൂടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് യൂണിഫോംനെസ് കൊണ്ടുവരാൻ സാധിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എങ്ങനെ ആ സ്റ്റാൻഡേർഡ് യൂണിഫോംനെസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പാസ്സാക്കുന്നതിലൂടെ സാധിക്കും. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഓൾറെഡി നമുക്ക് ഇവിടെ ഉണ്ട്, പക്ഷെ അത് പാസ്സാക്കിയിട്ടില്ല. ഈ ആക്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹോസ്പിറ്റൽസിലെ ട്രീറ്റ്മെന്റുകളൊക്കെ തന്നെ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ അത് പാസ്സാക്കുക. ആ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഗവൺമെന്റ് പാസ്സാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിധി വരെ മറികടക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഉണ്ടല്ലോ, അതുപോലെയുള്ള ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്കീമുകളും ഗവൺമെന്റ് കൂടുതൽ ലോഞ്ച് ചെയ്യാൻ സാധിക്കണം. ആ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നേരത്തെ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തതാണ്. 5 lakhs പെർ ഫാമിലി പെർ ഇയർ എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഇതിനു വേണ്ടിയിട്ട് സെക്കൻഡറി ലെവലിലും ടെർഷറി ലെവലിലുള്ള ഹോസ്പിറ്റൽ കെയർ എല്ലാം തന്നെ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഈ PM ജൻ ആരോഗ്യ യോജനയ്ക്കകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഏകദേശം 10 കോടി ആൾക്കാരെ കവർ ചെയ്യുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റൽ കെയർ പ്രോഗ്രാം ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ വിലയിരുത്തുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കുകയാണെങ്കിൽ ഗവൺമെന്റിന് ഈ ഒരു ഹോസ്പിറ്റലൈസേഷൻ ട്രീറ്റ്മെന്റ് ജനങ്ങളിലേക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ അവർ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറച്ച് അവർക്ക് ഈ പറഞ്ഞ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്സ് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. സോ എനിവേ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ ഒരു MCQ. ഈ ഒരു ടോപ്പിക്കിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 3 സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വായിച്ചിട്ട് നമ്മൾ പഠിപ്പിച്ച ആ കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ചോദ്യം ചെയ്ത് നോക്കുക. ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. വീണ്ടും അടുത്ത ദിവസം കാണാം. താങ്ക്